വെറും കൂതർ എപ്പിസോഡിന്റെ അങ്ങേ അറ്റം. എന്താണ് എപ്പിസോഡിൽ കാണിച്ചത്? ഒരു മണ്ണുമില്ല, ഒരു ചുക്കുമില്ല. എന്തിനെ കുറിച്ച് പറയേണ്ടെന്ന് പോലും ഒരു ബോധവുമില്ല. കഴിഞ്ഞ 5 സീസണുകളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല വീക്കെൻഡ് എപ്പിസോഡുകൾ സമ്മാനിച്ച സീസൺ ആയിരുന്നു സീസൺ 6. ആ പേരൊക്കെ കളഞ്ഞു കുളിച്ച എപ്പിസോഡായിരുന്നു എപ്പിസോഡ് 84. ഒന്നുമില്ലായിരുന്നു, എവിക്ഷൻ പ്രോസസ്സ്, പിന്നെ ഒരു ഗ്രാഫ് വര, പിന്നെ TTFനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇതായിരുന്നു എപ്പിസോഡ്. അടുത്ത എപ്പിസോഡ് നടക്കാൻ പോകുന്നത് നോറയുടെ എവിക്ഷനും സീക്രട്ട് റൂമുമാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വീഡിയോയുടെ അവസാനം പറയാം. എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. ലാലേട്ടൻ വന്ന് വീട്ടിനുള്ളിലേക്ക് പോയി. ഒരാളെ മാത്രം കാണുന്നില്ല, ജാസ്മിനെ ഋഷി ഉറക്കെ വിളിക്കുന്നുണ്ടെന്ന്. ജാസ്മിൻ എവിടെയൊന്ന് കക്കൂസിലായിരുന്നു, പാവം ഡീഹൈഡ്രേഷൻ ആണെന്ന് തോന്നുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ജാസ്മിൻ വന്നിരുന്നു. അപ്പോൾ മൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജാസ്മിനെ മൈക്ക് ഓ ലാലേട്ടാ സുഖം ലാലേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ എല്ലാവരോടും സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ആദ്യത്തെ സെഗ്മെന്റ് അങ്ങ് പോയി. പിന്നെ നമ്മൾ പ്രൊമോയിൽ കണ്ടപ്പോൾ വിചാരിച്ചത് ഭയങ്കര സംഭവമായിരിക്കും. ഒത്തുകളിച്ച സായിയെയും നന്ദനെയും സിജോയൊക്കെ എടുത്തിട്ട് അലക്കുമെന്നല്ലേ. ആ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഭയങ്കര സംഭവമായിരുന്നു പ്രൊമോ. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പ്രൊമോയിലുണ്ടായിരുന്ന 2 വാക്കുകൾ മാത്രമേ എപ്പിസോഡ് ഉണ്ടായിരുന്നു. നന്ദനെ ഒത്തുകളിച്ചോ? ഇല്ല ലാലേട്ടാ, ഞാൻ ഒറ്റയ്ക്കാണ് കളിച്ചത്. ഇതായിരുന്നു എപ്പിസോഡ്. അതിനിടയ്ക്ക് നന്ദനായി സിജോയോട് ലാലേട്ട ചോദിക്കുന്നുണ്ട്, നന്ദനയ്ക്ക് വേണ്ടിയാണോ കളിച്ചതെന്ന്. ആ നന്ദൂട്ടന് വേണ്ടിയാണ് കളിച്ചതെന്ന്. അപ്പോ നന്ദനോട് ഒരു റിയാക്ഷൻ ഉണ്ട്, എന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ. നന്ദനയ്ക്ക് അറിയില്ലായിരുന്നു സായും സിജോയും കളിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന കാര്യം. എന്തൊരു അഭിനയമാണെന്ന് നോക്കണേ. ആ ഗോൾഡൻ റാബിറ്റ് ടാസ്കിനെ കുറിച്ച് ലാലേട്ട ചോദിച്ചിട്ടോ. അതിൽ സായി പറഞ്ഞത് അതൊരു ഫെയർ ആൻഡ് ഹെയർ എന്തൊക്കെയോ പറഞ്ഞത്. ഈ സായി പറഞ്ഞ ഒരു കാര്യം പോലും മനസ്സിലാവില്ല കേട്ടോ. 75% മെന്റൽ, 25% ഹെൽത്ത്. ഞാൻ ആ 25% ആണ് ഇവിടെ കിട്ടത്, 75% അവിടത്തെ കിട്ടത്. എന്ത് തേങ്ങയാണ് പറയുന്നത്. അടുത്ത ഗ്രാഫ് വരെ ടാസ്ക് ബോറായിരുന്നു ടാസ്ക്. നമുക്ക് ഈ ഗ്രാഫിന്റെ കാര്യം വരുമ്പോൾ ആദ്യം ഓർമ്മ സീസൺ 5 അനിയമ്യതനെയാണ് അല്ലെ. അത് ആ ജീവിതത്തിന്റെ ഗ്രാഫാണ് വരക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് തോന്നുന്നു. ഇത് ബിഗ് ബോസ് സീസൺ 6ന്റെ ഓരോ ആഴ്ചയിലെയും ഗ്രാഫുകളാണ് വരക്കേണ്ടത്. അതിൽ കുറച്ചൊക്കെ നന്നായിട്ട് ചെയ്തത് എനിക്ക് ജാസ്മിനാണെന്ന് തോന്നുന്നു. ഗ്രാഫിന്റെ കാര്യത്തിൽ നന്നായിട്ട് വരച്ചതും അതേപോലെ എക്സ്പ്ലെയിൻ ചെയ്തതും ആ ഉയർച്ചയും താഴ്ചയൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ജാസ്മിൻ. ബാക്കിയുള്ളതൊക്കെ കുറച്ചൊക്കെ ബോറായിരുന്നു. അടുത്ത എവിക്ഷൻ പ്രോസസ്സ് പെങ്ങളുട്ടിയും ചേട്ടൻ സായിയുമായിരുന്നു ലാസ്റ്റ് റൗണ്ടിൽ നിന്നത്. അങ്ങനെ നന്ദന ബിഗ് ബോസ് സീസൺ 6 നിന്ന് പുറത്തായി. സായിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. സായി വിചാരിച്ചു ഞാനായിരിക്കും പോവേണ്ടതെന്ന്. പക്ഷെ നന്ദന പുറത്തായി. സായി വളരെയധികം ദുഃഖത്തിലായിരുന്നു. അവിടെ വിഷമങ്ങളൊക്കെ ജെന്യൂനാണ്, റിലേഷനും ജെന്യൂനാണ്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോംബോ അത് ജനങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല. അതൊരു ഇഷ്ടമായില്ല. ഒരു ഇറിറ്റേഷൻ കോംബോ ആയിരുന്നു 3 പേരുടെ, സായിയുടെയും സിജോയുടേതും നന്ദനയുടെതും. കൂടുതൽ അഭിഷേക് ഉണ്ടായിരുന്നു കേട്ടോ. അഭിഷേക് ഈ ടിക്കറ്റ് ഫിനാലെ ആയതുകൊണ്ട് അതിൽ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തല്ല, ഓട്ടോമാറ്റിക് ആയതാണ്. അതുകൊണ്ട് ഈ പെങ്ങളുട്ടി ചട്ടമ്മ സ്നേഹമൊന്നും ജനങ്ങൾക്ക് അത്രയ്ക്ക് ദയിച്ചില്ല. ഈ ഒരാഴ്ചയാണ് കൂടുതലായിട്ടുണ്ടായത്. അതുകൊണ്ട് സായിയെയും നന്ദനെയും സിജോയും ജനങ്ങൾ വെറുക്കാൻ തുടങ്ങി. വല്ലാണ്ട് പ്രേക്ഷകർ വല്ലാതെ വെറുക്കാൻ തുടങ്ങി. സിജോ ഫാൻസ് ആകട്ടെ സായി ഫാൻസ് ആകട്ടെ നന്ദനെ എങ്ങനെയെങ്കിലും പുറത്തായാൽ മതിയായിരുന്നു എന്ന ചിന്തയിലായിരുന്നു ഇവരുടെ ഫാൻസൊക്കെ. നന്ദനയ്ക്ക് പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദന ഒരു വീടെന്ന ലക്ഷ്യത്തോടെയാണ് ബിഗ് ബോസ് ഹൗസിൽ വന്നത്. അത് ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് ഫയറായിട്ട് കളിക്കണമായിരുന്നു. അത് മുന്നേ തന്നെ റിവീൽ ചെയ്ത് ഞാൻ പണപ്പെട്ടി എടുത്ത് എനിക്ക് ഇങ്ങനെ വീട് വേണം, അത് വേണം, ഇത് വേണം എന്ന് മുന്നേ റിവീൽ ചെയ്തു. അത് ഈ സായിയും സിജോയും ഏറ്റുപിടിച്ചു. പെങ്ങളുട്ടിക്ക് ഒരു പോയിന്റ് എന്ന പോലെ, പെങ്ങളുട്ടിക്ക് ഒരു വീട് എന്ന പോലെയാണ് ഇവര് കളിച്ചത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സായിയുടെ ഒരു പോസിറ്റീവ് തിങ്കിങ് ആണ്. സായി നന്ദന പുറത്തു പോയത് എന്നറിഞ്ഞോടെ വീട് വെക്കാനുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ സിജോയും അഭിഷേകും പങ്കുചേർന്ന നല്ല കാര്യം. അത് പുറത്ത് ഇറങ്ങിയിട്ട് ഇവർ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ നല്ല കാര്യം തന്നെയാണ്. ഇതൊക്കെയാണ് എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. ഇപ്പൊ ഞായറാഴ്ചത്തെ എപ്പിസോഡ് എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അറിയാൻ കഴിഞ്ഞത് നോറ എവിക്റ്റ് ചെയ്തിട്ട് സീക്രട്ട് റൂമിൽ ഇരുത്തും. ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇരുത്തിന് ശേഷം വീണ്ടും ഉള്ളിലേക്ക് കയറ്റും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് വേറെ സർപ്രൈസ് കൊടുത്തിട്ടാണ് നോറയെ ഉള്ളിൽ കയറ്റുന്നത്. അതിന് കൃത്യമായിട്ട് വേറൊന്നും അറിയില്ല. ഇതാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിലിപ്പോ നോറയ്ക്ക് ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീക്രട്ട് റൂമിൽ പോയത് കൊണ്ട് നോറയ്ക്ക് അറിയുമായിരിക്കും പ്രേക്ഷക പിന്തുണ എനിക്ക് വളരെ കുറവാണെന്നുള്ള കാര്യം. തിങ്കളാഴ്ച തൊട്ട് പണപ്പെട്ടി വെക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അപ്പോ നോറ എന്തായാലും പണപ്പെട്ടി എടുക്കാനുള്ള ചാൻസും കൂടുതലുണ്ട്. നോറ പണപ്പെട്ടി എടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു തീരുമാനമായിരിക്കും. കാരണം നോറ എങ്ങനെയും പുറത്താകും, ടോപ്പ് 5ലേക്ക് വരാനുള്ള ചാൻസും ഇല്ല. അപ്പോൾ പണപ്പെട്ടി എടുക്കുന്നതാണ് നോറയ്ക്ക് ബെറ്റർ. പിന്നെ പണപ്പെട്ടി എടുക്കാനുള്ള ചാൻസ് സായിക്കാണ്. കാരണം നന്ദനയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് വീട് വെക്കാനുള്ളത്. അതുകൊണ്ട് ഈ പണപ്പെട്ടി എടുത്തിട്ട് അത് നന്ദനയ്ക്ക് കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വേറെ ആരും പണപ്പെട്ടി എടുക്കാനുള്ള ചാൻസ് ഇല്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും പണപ്പെട്ടി എടുക്കുക എന്നത് കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.